ഗൈസ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് വ്ളോഗ് കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്നിങ്ങനെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ജോബിൻ്റെ കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇത്ര ദിവസങ്ങളായിട്ട് എടുക്കാൻ പറ്റാതിരുന്നത്. ഇപ്പം ഇന്ന് നമ്മളിങ്ങനെ വർക്കിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് നമ്മളെ കമ്പനി നമ്മളെ ഇട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ കമ്പനീൻ്റെ ഇലക്ട്രിസിറ്റി കട്ടായിട്ടാണുള്ളത്. ഇപ്പോൾ എ സി ഇല്ല, അതേപോലെ ബാക്കി കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു ഇൻസ്പെക്ഷൻ കാര്യം എന്തോ നടക്കാനുണ്ട് കമ്പനിക്ക് ഇലക്ട്രിസിറ്റിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ അത് നടന്നിട്ടില്ല. അപ്പോൾ ഡെയിലി അങ്ങനെ പോവും. 8 മണിക്കാണ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുക. 8 മണിക്ക് അവിടെ ചെല്ലുക, അവിടെ മുറ്റത്തിരിക്കുക, എന്നിട്ട് ഒരു 9 മണിയാകുമ്പോൾ നമ്മളോട് പൊക്കോളാൻ പറയും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കമ്പനി മൂവ് ആകുന്നത്. ഇതിന് മുന്നേ ഒരാഴ്ചയോളം, ഏകദേശം ഒരാഴ്ചൻ്റെ അടുത്ത് നമ്മളോട് പറഞ്ഞ് ഇന്ന് വൈകിട്ടാകുമ്പോഴത്തേന് പറയും നാളല്ല, പിന്നെ മറ്റന്നാളാകുമ്പോൾ അതേപോലെ വൈകിട്ട് മെസ്സേജ് വരും. അങ്ങനെ ഒരാഴ്ചയോളം പോയി. ഇപ്പോൾ ഇന്ന് ആ ഒരവസ്ഥ എന്താണാവോ അറിയില്ല. അപ്പോൾ നമ്മളെ സ്ഥിരമായി റൂട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാനൊരു വീഡിയോയിൽ കാണിച്ച ഏരിയയാണ്, അതുകൊണ്ട് ഞാനതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇന്ന് അതാണ് നമ്മളൊരു വ്ളോഗ്. ഇന്ന് എന്താവും അറിയില്ല, നമ്മൾ പോയി നോക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം A3 എത്തി. നമ്മളെ കമ്പനി A4-ലാണ്. കുറച്ചുകൂടി ഒന്ന് നടന്ന് മുന്നോട്ട് പോകാനുണ്ട്. നമ്മളിങ്ങനെ നടന്നു വരുന്ന വഴിയിലുള്ള കാഴ്ചകളാണിത്. ഞാൻ അങ്ങനെ സൂം ചെയ്ത് കാണിച്ചു തരാം. നമ്മളെ ഈത്തപ്പഴമൊക്കെ റെഡ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെയിൽ ഈത്തപ്പഴം പോക്കാനാണെന്നുള്ള ഒരു ടോക്കുണ്ട്. ഈ ചൂട് അതിനാണ് നമ്മൾ പല സ്റ്റോറികളിലും സ്റ്റാറ്റസിലൊക്കെ കാണാം. അങ്ങനെയാണെങ്കിൽ ഈത്തപ്പഴം പോത്തിലെയും കുഴപ്പമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഈ കമ്പനി ഇനി 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 9 മണിക്ക് തന്നെ പോകാൻ പറയാമെന്നുണ്ടെങ്കിൽ പോണ സമയത്തുള്ള വെയിൽ നമ്മളൊന്ന് കാണിച്ചു തരണ്ടേ. അത് ഇവിടുന്ന് നമ്മൾ റൂമിലെത്തുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു ഭാഗം തീരുമാനമാവും. സൈസ് വെയിലാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ പറയണ്ടല്ലോ. അത്രയും ചൂടായിരിക്കും. ഒരു 12 മണിയൊക്കെ ആയാൽ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല. ഒരു 3 ദിവസം 4 ദിവസം നമുക്ക് ആ ഒരു ടൈമിലതിന് വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിന്. ഈ ഒരവസ്ഥ കണ്ടിന്യൂ ആയിട്ട് ആ ഒരു സമയത്ത് നമ്മൾ അതൊക്കെ റിയലൈസ് ചെയ്താണ്. ഇപ്പം നമ്മളിങ്ങനെ പോണ വെക്കൽ ഈത്തപ്പഴം കേട്ടോ, ഈത്തപ്പഴം. അപ്പോൾ ഏകദേശം നമ്മളെ കമ്പനി കാണൽ തുടങ്ങി. ആ ഒരു ഭാഗത്താണ് നമ്മളെ കമ്പനി ഉള്ളത്. അപ്പോൾ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഏരിയ ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വല്ലാതെ ലേഖാക്കാത്തത്. ചെറിയൊരു വ്ളോഗ് വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് പ്രവാസ ജീവിതത്തിലെ ഓരോ മൊമെൻറ്റ്സ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 20 വയസ്സ് 18 വയസ്സ് റേഞ്ചിലൊക്കെ നമ്മളെ പഠിത്തം കാര്യങ്ങളൊക്കെ ഏകദേശം ഫിനിഷാവും. +2 ആ ലെവലൊക്കെ 18 വയസ്സ് ആ ലെവലിൽ കഴിയും. പിന്നെ എന്തെന്ന് ചിന്തിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗൾഫിൽ പോകാമെന്നുള്ള ചിന്തയിൽ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേഗം അതങ്ങോട്ട് തീർക്കുക. നമ്മളെ മാതിരി നമ്മൾ 20-ാമത്തെ വയസ്സിൽ 21-ാമത്തെ വയസ്സിലായിട്ടാണ് ഇവിടെ എത്തിപ്പെടുന്നത്. ഇപ്പോൾ അടുത്ത മാസം വന്നാൽ 2 വർഷമായി. ആ ഒരു ടൈം ഈ 2 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ആ ഒരു കാര്യം കറക്റ്റ് മനസ്സിലായി. എന്താണ് പ്രവാസ ജീവിതം. വലിയൊരു കുഴപ്പമില്ലാത്ത ഡ്യൂട്ടി ആയിട്ടും അവസ്ഥകൾ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജോബ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. കുറച്ചൊരു നമ്മളെ ഈ കൈത്തറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു സാധ്യതകളുണ്ടാവില്ല. നമ്മളെല്ലാ ഒരു ഏരിയയിൽ തന്നെ ആ സ്പേസിൽ തന്നെ അങ്ങനെ ഒതുങ്ങി കഴിയേണ്ടി വരും. അപ്പോൾ എല്ലാവരും ഒന്ന് രക്ഷപ്പെടാന്നുള്ളവരൊക്കെ വന്ന് ആ ഒരു കാര്യം പരീക്ഷിച്ച് നോക്കാം. രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ സമയം കിട്ടും. കാരണം 20 വയസ്സിൽ എന്നുണ്ടെങ്കിൽ 22 വയസ്സാകുമ്പോഴത്തേന് നമുക്ക് തിരിച്ച് പോയി എന്തെങ്കിലുമൊക്കെ തുടങ്ങാനുള്ള സമയം ഉണ്ടാവും.
അപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്താ നോക്കാം. എല്ലാവരും കൂടെ എത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും നേരം 9:30 ആയപ്പോൾ വിട്ടു. ഇപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. ചൈനക്കാരത് അവിടെ വണ്ടിയിൽ കയറി ക്ലീൻ നമ്മളെ HR ടീമൊക്കെ ഇവിടെ. പിന്നെ നമ്മൾ വെയിൽ കൊണ്ട് നടക്കുമ്പോൾ ബാക്കി വീഡിയോ എടുക്കുക. ഇതാണ് നമ്മളെ ഇന്നത്തെ അവസ്ഥ. അപ്പോൾ ഗൈസ് എല്ലാവരും പോയി. നേരെ എത്രയായി? സമയം 9:45 കേട്ടോ. എല്ലാവരും പോയി. എല്ലാവരും നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെയിലിൻ്റെ ചൂട് നോക്കുക, അടിപൊളി ചൂടാണ്. ഇപ്പോൾ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണുന്നില്ലല്ലോ. ഏതായാലും നല്ല ചൂടുണ്ട്. സൂര്യൻ എന്താ അവിടെ നിന്ന് കുത്തി ചൂടടിച്ചിട്ടുണ്ട്. നല്ല കുത്തല. അപ്പോൾ ഈ വെയിലത്ത് വേണം നമ്മളിനി നടന്ന് തിരിച്ച് റൂമിലേക്ക് എത്താൻ. ഇതാണ് ഇവരെ സൈക്കോ പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. രാവിലെ വരാൻ പറയുക, കുറച്ചു നേരം ഇവിടെ നിർത്തുക. ഇതൊരാഴ്ച കണ്ടിന്യൂ ആവുമെന്നാണ് കിട്ടിയ വിവരം. ഏതായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ നമ്മളൊരു കറണ്ട് സിറ്റുവേഷൻ. അപ്പോൾ പിന്നെ ഡെയിലി വ്ളോഗ് ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ഇത് തന്നെയാണ് നമ്മളെ ഒരു റൊട്ടീന്. രാവിലെ പോകുന്നു, വർക്ക് ചെയ്യുന്നു, വർക്ക് ചെയ്യണു, രാത്രി റൂമിലെത്തണേ, ഫുഡ് കഴിക്കണം, ഉറങ്ങണേ, പിറ്റേന്ന് തിരിച്ച് ഇതേപോലെ തന്നെ. ഇത് തന്നെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് വ്യൂസും വാച്ച് ടൈമൊക്കെ കിട്ടിയായിരിക്കും. പക്ഷേ എന്താ പറയുക, കാണുന്നവർക്കൊരു ബോറാവില്ലേ ചിലപ്പം. അപ്പോൾ അതുകൊണ്ടാണ് ഡെയിലി വ്ളോഗൊന്നും ഇടാത്തപ്പോൾ. ഇൻഷാ അല്ലാഹ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രായത്തിൽ നമ്മൾ എന്താ പറയുക ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു 20-18 ഈ റേഞ്ചിലൊക്കെ ഗൾഫിൽ പോയി രക്ഷപ്പെടാമെന്നുള്ള മൈൻഡുള്ള ആൾക്കാർ വരിക, നേരത്തെ തന്നെ വരിക. അതാകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കണമല്ലോ കേട്ടോ, അല്ലാതെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജോലിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് കരുതണമല്ലോ. അതാകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് രക്ഷപ്പെടാനുള്ളൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ, നിയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്താക്കാം, നമുക്ക് ഒരു 2 കൊല്ലത്തെ വിസയിൽ നിന്ന് വർക്കൊക്കെ ചെയ്ത് നമുക്ക് തിരിച്ച് നാട്ടിൽ തന്നെ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനുള്ളൊരു ഫണ്ട് നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നമ്മളെ വിസ ഏകദേശം തീർന്നു തുടങ്ങി. നമുക്കും ഇങ്ങനെയൊക്കെ ഒരു പ്ലാനാണ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഒന്നും തീരുമാനമായിട്ടില്ല. അപ്പോൾ വെളിച്ചം ഇങ്ങനെ പോകണോണ്ട് ചെറിയൊരു ഇരുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു വശം. ഇപ്പോൾ നല്ല വെയിലാണ്, അതുകൊണ്ട് തന്നെ എന്താ പറയുക, നല്ല വെളിച്ചമുണ്ട് ഈ ഭാഗത്തൊക്കെ. പക്ഷെ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ തീരെ ഫേസിക്ക് വെളിച്ചം വരുന്നില്ല. ഈ ഈത്തപ്പനായാലും ആ ഈത്തപ്പനായാലും ഒക്കെ നിറച്ച് ഈത്തപ്പഴം ഉണ്ട്. പിന്നെ ഇതാ ഈ കമ്പനിയൊക്കെ ഓണാണ്, ഫുള്ള് ഇന്ന് ഓണാണ്. ഫുള്ള് വണ്ടികളും കാര്യങ്ങളും, ആൾക്കാരെ സ്റ്റാഫിൻ്റെ വണ്ടികളും അതൊക്കെ. അപ്പോൾ നമ്മളെ കമ്പനീൻ്റെ അവസ്ഥ ഇപ്പം ഇതാണ്. ഇത് ഇനി അടുത്ത ശനിയാഴ്ച വരെ, ശനി ഞായർ വരെ ഇങ്ങനെ തന്നെയാണെന്നാണ് കേട്ടത്. അപ്പോൾ ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ. അപ്പോൾ ചെറിയൊരു അപ്ഡേറ്റ് ആയില്ലേ. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിന് വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളെ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ പ്രകാരം 90 ദിവസത്തിൽ 3 വീഡിയോ എന്നാണ്. അപ്പോൾ അതൊന്ന് ഫില്ലപ്പ് ചെയ്യും വേണം. അപ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ നമ്മളോട് ക്ഷമിക്കുക. പിന്നെ മാക്സിമം സപ്പോർട്ടും കാര്യമൊക്കെ ചെയ്തിട്ട് നമ്മളെ മുന്നോട്ട് പോകാനുള്ള വഴിയിലൊരു വഴിത്തിരിവായി മാറുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ല വ്ളോഗായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.